fear. Light the true, unveil the unknown. ഭൂമിക്കടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ചില രഹസ്യങ്ങളുണ്ട്, ഒരിക്കലും ഉണർത്താൻ പാടാത്ത. ലോകമെമ്പാടും ആളുകൾ പാമ്പുകളെ ഭയക്കുമ്പോൾ ചില ഇരുളടഞ്ഞ ഗ്രാമങ്ങളിൽ അവരെ ദൈവങ്ങളായി ആരാധിക്കുന്നു. ഇന്നത്തെ കഥ പുറം ലോകം ഇന്നുവരെ അറിയാത്ത ഒരു ഗ്രാമത്തെക്കുറിച്ചാണ്. ആളുകൾ ഒരു അടയാളവും ബാക്കി വെക്കാതെ അപ്രത്യക്ഷമായ ഒരു ശപിക്കപ്പെട്ട ഭൂമി. നഗരങ്ങളിൽ നിന്നും ബഹുദൂരം അകലെ ഘോരവനത്തിനുള്ളിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു, നാഗത്തറ. ഒരിക്കലും ഒരു മാപ്പുകളിലും ആ പേര് രേഖപ്പെടുത്തിയിരുന്നില്ല. അബദ്ധത്തിൽ അവിടെ എത്തുന്നവർക്ക് ആദ്യം അനുഭവപ്പെടുക നട്ടെല്ല് മരവിപ്പിക്കുന്ന ഒരു നിശബ്ദതയാണ്. അവിടെ പക്ഷികൾ ചിലക്കാറില്ല, നായ്ക്കൾ കുരയ്ക്കാറില്ല. സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ ആരും വീടിന്റെ വാതിൽ തുറക്കാറുമില്ല. ആ കാടിന്റെ അതിരിൽ ഒരു പുരാതനമായ കൽക്കിണർ ഉണ്ടായിരുന്നു. ഗ്രാമക്കാർ അതിനെ വിളിച്ചിരുന്നത് വിസ്പറിംഗ് പിറ്റ് എന്നാണ്. ആ കിണറിന് ആ ഗ്രാമത്തേക്കാൾ പഴക്കമുണ്ടായിരുന്നു. അർദ്ധരാത്രിയാകുമ്പോൾ ആ ഇരുണ്ട ഗഗനത്തിനുള്ളിൽ നിന്ന് ആരുടെയൊക്കെയോ രഹസ്യം പറച്ചിലുകൾ കേൾക്കാമെന്ന് ആളുകൾ വിശ്വസിച്ചു. അധികം വൈകാതെ ഗ്രാമത്തിൽ നിന്നും ഓരോരുത്തരെയായി കാണാതാകാൻ തുടങ്ങി. നിലവിളികളില്ല, ഒരു തുള്ളി രക്തം പോലുമില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ മണ്ണിൽ വിചിത്രമായ പാടുകൾ കാണാമായിരുന്നു. വളരെ വലിയ എന്തോ ഒന്ന് ആ ഗ്രാമത്തിലൂടെ ഇഴഞ്ഞു പോയതുപോലെ. അങ്ങനെ ഇരിക്കെയാണ് അർജുൻ മേനോൻ എന്ന ഡോക്യുമെന്ററി ഡയറക്ടർ ആ ഗ്രാമത്തിലെത്തുന്നത്. ദുരൂഹതകൾ തേടിയുള്ള യാത്രയായിരുന്നു അവൻ്റേത്. പക്ഷേ അവൻ അറിഞ്ഞിരുന്നില്ല ഈ അന്വേഷണം അവന്റെ ജീവിതത്തിലെ അവസാനത്തേതായിരിക്കുമെന്ന്. പെട്ടെന്നൊരു വയോധികൻ അർജുന്റെ അടുത്തേക്ക് വന്നു. അയാളുടെ കഴുത്തിൽ വെള്ളി കൊണ്ടുള്ള ഒരു നാദരൂപം ഉണ്ടായിരുന്നു. അർജുന്റെ കണ്ണുകളിലേക്ക് നോക്കി അയാൾ പതുക്കെ മന്ത്രിച്ചു, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഈ ഗ്രാമം വിട്ടുപോയിക്കോ. അന്ന് രാത്രി കാട്ടിനരികിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ വീട്ടിലാണ് അർജുൻ കഴിഞ്ഞത്. കൃത്യം അർദ്ധരാത്രിയായപ്പോൾ മേശപ്പുറത്തിരുന്ന അവന്റെ വോയിസ് റെക്കോർഡർ തനിയെ ഓണായി. അതിൽ നിന്നും അവൻ ആ ശബ്ദം കേട്ടു, വളരെ നീണ്ട ഒരു ചീറ്റ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കി അർജുൻ ഞെട്ടിപ്പോയി. ഗ്രാമത്തിലുള്ളവർ മുഴുവൻ കാട്ടിലേക്ക് നടക്കുകയാണ്. കാലിൽ ചെരുപ്പില്ലാതെ, മുഖത്തൊരു ഭാവവുമില്ലാതെ, ഏതോ അദൃശ്യ ശക്തിയുടെ നിയന്ത്രണത്തിലാണെന്ന പോലെ അവർ നടന്നു നീങ്ങി. കാടിന്റെ ആഴത്തിൽ ആ കിണറിന് ചുറ്റുമായി അവർ വട്ടം നിന്നു. ഒരുമിച്ച് ചേർന്ന് ഏതോ പ്രാചീന ഭാഷയിൽ അവർ മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഭൂമി പിളർന്ന് നൂറുകണക്കിന് പാമ്പുകൾ പുറത്തേക്ക് വന്നു. കറുപ്പും വെളുപ്പും പച്ചയുമുള്ള ആയിരക്കണക്കിന് പാമ്പുകൾ ആളുകൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങി. കൂട്ടത്തിൽ നിന്നും ഒരു യുവതി പതുക്കെ മുന്നോട്ട് വന്നു. മരവിച്ച കണ്ണുകളോടെ, ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അവൾ ആ കിണറിന്റെ പടിയിലേക്ക് കയറി നിന്നു. പിന്നെ അവൾ ആ ഇരുണ്ട കിണറ്റിലേക്ക് എടുത്തു ചാടി. ഭയത്താൽ അർജുന്റെ ചോര മരവിച്ചു. പെട്ടെന്ന് അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഒരേ സമയം അർജുൻ നിൽക്കുന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കി. ജീവനും കൊണ്ട് അവൻ കാട്ടിലൂടെ ഓടി. അവന് പിന്നിലായി ആയിരക്കണക്കിന് പാമ്പുകളുടെ ഇഴയുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ഇരുട്ടിനുള്ളിൽ ഭീമാകാരമായ എന്തോ ഒന്ന് അവനെ പിന്തുടരുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ആ വയോധികൻ അർജുനോട് ആ സത്യം വെളിപ്പെടുത്തി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഗ്രാമത്തിൽ കൊടിയ വരൾച്ചയുണ്ടായപ്പോൾ ഭൂമിക്കടിയിൽ നിന്നും ഒരു മഹാസർപ്പം പുറത്തു വന്നു. ഗ്രാമത്തിന് സമൃദ്ധിയും ജീവജലവും നൽകാമെന്ന് അത് വാഗ്ദാനം ചെയ്തു. പക്ഷേ പകരം അത് ചോദിച്ചത് മനുഷ്യരുടെ ജീവനായിരുന്നു. ആ മഹാസർപ്പത്തിന്റെ വിശപ്പ് ഇന്നുവരെ അവസാനിച്ചിട്ടില്ല. ആ രാത്രി അർജുൻ ഗ്രാമത്തിനടിയിലെ ഇരുളടഞ്ഞ ഭൂഗർഭ അറകളിലേക്ക് ഇറങ്ങിച്ചെന്നു. ഭിത്തികളിൽ മുഴുവൻ കൂറ്റൻ പാമ്പിൻ തൊരികൾ പതിഞ്ഞിരുന്നു. അവിടെ നൂറുകണക്കിന് മനുഷ്യരുടെ അസ്ഥികൂടങ്ങൾ അവൻ കണ്ടു. പെട്ടെന്ന് അവന്റെ കയ്യിലിരുന്ന ടോർച്ച് ഓഫായി. ഇരുട്ടിനുള്ളിൽ തീക്കനൽ പോലെ രണ്ട് കൂറ്റൻ കണ്ണുകൾ തുറന്നു. ഒരു വൻമരത്തടിയേക്കാൾ വണ്ണമുണ്ടായിരുന്നു ആ ജീവിക്ക്. അവിടെ നിന്നും ജീവനും കൊണ്ട് പുറത്തെത്തിയ അർജുനെ കാത്ത് പന്തങ്ങളുമായി ഗ്രാമക്കാർ നിൽപ്പുണ്ടായിരുന്നു.
അപ്പോഴാണ് അവൻ ആ ഭയാനകമായ കാഴ്ച കണ്ടത്. അവരുടെ തൊലിക്കടിയിൽ എന്തൊക്കെയോ ഇഴയുന്നതുപോലെ. ആ മഹാസർപ്പം അവരെ മനുഷ്യരല്ലാത്ത മറ്റെന്തോ ആക്കി മാറ്റുകയായിരുന്നു. ആ കിണറും അതിലെ രഹസ്യവും എന്നേക്കുമായി ഇല്ലാതാക്കാൻ അർജുൻ തീരുമാനിച്ചു. അർദ്ധരാത്രിയായപ്പോൾ ആ മഹാസർപ്പം കിണറ്റിൽ നിന്നും പുറത്തേക്ക് വന്നു. 1000 പേർ ഒന്നിച്ചു നിലവിളിക്കുന്നത് പോലെയായിരുന്നു അതിന്റെ ശബ്ദം. അർജുൻ ഡൈനാമൈറ്റുകൾക്ക് തീ കൊടുത്തു. ആഴ്ചകൾക്ക് ശേഷം അന്വേഷണ സംഘം അവിടെ എത്തുമ്പോൾ ആ ഗ്രാമം പൂർണ്ണമായും ചാമ്പലായിരുന്നു. ആ കിണറിനരികിൽ നിന്നും അവർക്ക് അർജുന്റെ തകർന്ന ക്യാമറ ലഭിച്ചു. മിക്ക ദൃശ്യങ്ങളും നശിച്ചു പോയിരുന്നു. പക്ഷേ അവസാനം അതിൽ പതിഞ്ഞ ഒരു വാചകം മാത്രം വ്യക്തമായി കേൾക്കാമായിരുന്നു. അത് ഒരെണ്ണം മാത്രമായിരുന്നില്ല.